നീൽ സാറേ, നാളെ ബഡ്ജറ്റാണ്. കുറെ നാളുകളായിട്ട് മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു സാഡ്നെസ് എല്ലാം മാറി മാർക്കറ്റ് ബഡ്ജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ബഡ്ജറ്റില് സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇല്ല. ഓക്കെ. അല്ല, ഇനി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിനേക്കാൾ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇപ്പൊ ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ബഡ്ജറ്റിലും എനിക്ക് തോന്നുന്നു അത്ര വലിയ ഒരു പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. FISനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും? അല്ല, FIS ഈ പണ്ടേ തൊട്ട് പറഞ്ഞില്ല. ഇപ്പൊ FISന്റെ അവർ ട്രേഡ് ചെയ്യുന്ന ടാക്സ് ഇല്ലാത്തതൊക്കെ അത് അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് അറിഞ്ഞു ഇപ്രാവശ്യം അങ്ങനെ വരാൻ ചാൻസ് ഡിസ്കസ് ചെയ്ത് കേട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ കിട്ടുന്നത് കാരണം ഇപ്പോഴത്തെ മറ്റുള്ള മാർക്കറ്റിലൊക്കെ FISന് ടാക്സ് ഇല്ല. ഇവിടെ ടാക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഹയസ്റ്റ് റേറ്റ്. അപ്പൊ അത് വരികയാണെങ്കിൽ വെരി ഗുഡ്. ശരിക്കും പറയാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗോൾഡും സിൽവറിന്റെയും റാലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്തോ ഒരു കമന്റ് ചെയ്യാനുള്ളത്? അല്ല, ഗോൾഡും സിൽവറും അതിനകത്തും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് മാറാനും പോണില്ല. അതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറയാനുള്ള ചാൻസ് കുറവാണ്. കൂടുതൽ ഈ റാലി കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഒത്തിരി വിഡ്രോ എടുത്തിട്ട് ഗോൾഡും സിൽവറിലോട്ടും പോകുന്നുണ്ട്. ഒരു ഐഡിയലി എപ്പോഴും ഒരു ഹെൽത്തി കണ്ടീഷനിൽ പോർട്ട്ഫോളിയോന് എത്ര ശതമാനം ഗോൾഡിനും സിൽവറിലും വെക്കണം? ഒരു 20% വരെ നല്ലതായിരിക്കും. ഇപ്പൊ ശരിക്കും നമ്മുടെയൊക്കെ വിഷയം പറഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് 20% ഉണ്ടായിരുന്നു. ഇപ്പൊ കേറിയതിന്റെ പേരിൽ 40%. അപ്പൊ ഞങ്ങൾക്ക് വിൽക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ക്ലയന്റ് സമ്മതിക്കുന്നില്ല. അതൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടി അസറ്റ് ഉണ്ട്. അവരെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി.